ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നാളെ ഒരു യാത്ര പോവാണ് കേട്ടോ. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഇന്നാണ് പോകേണ്ടിരുന്നത്, പക്ഷേ നമുക്ക് ലീവ് വരുന്നത് നാളെ ആയതുകൊണ്ട് നാളെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എബിക്കുള്ള ഫുഡെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു, രാവിലെ കഴിക്കാനുള്ളത്. പിന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ളതും എല്ലാം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മുമ്പ് മുട്ടയ്ക്കാട് സ്കൂളിലെ സമയത്ത് നമ്മളെപ്പോഴും അവന് സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്, വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകാറില്ല. എല്ലാം വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്കിൽ പോലും ഞാൻ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കാറുള്ളത്. കാരണം ഇങ്ങനെ കൊണ്ടുപോയി ഒരു ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷേ ആ ഒരു ടൈമിൽ കൊടുക്കാനുള്ളതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതാ ബസ് കയറാനൊക്കെ താഴോട്ട് നടന്നു പോകണം, തിരിച്ച് കയറി വരണം, ഇച്ചിരി പാടായിട്ടാണ് പോകുന്നത്. മുമ്പ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വണ്ടി പോകുമായിരുന്നു, അപ്പോൾ ഒരു പാടും ഇല്ലായിരുന്നു. എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ തുണിയൊക്കെ അലക്കി, ഞാൻ കുറച്ച് തുണിയൊക്കെ അലക്കി ഇതൊക്കെ എടുത്തിടാനായിട്ട് ടെറസിലോട്ട് പോയി കേട്ടോ. അപ്പോൾ മഴ വരും പോവും അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നാളത്തെ യാത്രയും ഇതുപോലെ തന്നെ നല്ല സുഖമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിലത്തെ പരിപാടികളും തുണി അലക്കലും വിരിക്കലും എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ താഴോട്ട് വന്നു കേട്ടോ. താഴെ വരാൻ കാര്യം പീനട്ട് പറിക്കാനാണ് കേട്ടോ. ഇവിടെ നിറച്ചും ഉണ്ടായിരുന്നു. എല്ലാവരും പോകുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരെല്ലാവരും ഇത് എടുത്തിട്ട് പോകും. നമ്മളടുത്ത് പോലും ചോദിക്കാറ് പോലും ഇല്ല കേട്ടോ. സത്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ഒരു വീട്ടിലും പോയി എടുക്കാറില്ല. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മളെ വീട്ടിൽ നിന്ന സമയത്ത് ആരും നമ്മളടുത്ത് പോലും ഒന്നും ചോദിക്കാതെ ഇവിടെ വന്ന് എല്ലാം എടുത്തിട്ട് പോകുമായിരുന്നു കേട്ടോ. ഒരു വിഷമമുണ്ട് അതിൽ, കാരണം നമുക്ക് പോലും ഒന്നും കിട്ടാറില്ല, എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ. പിന്നെ നട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. ഇത് കാരണം ഇത് രാവിലെയാണ് കേട്ടോ, ഉച്ചയൊന്നും ആയിട്ടില്ല, രാവിലെയാണ്. നല്ല വെയിലും ഉണ്ടായിരുന്നു രാവിലെ തന്നെ. ജോലിയെല്ലാം ഒന്ന് പെട്ടെന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കുറേ എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു വീഡിയോസും, ടൂറൊക്കെ പോകുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്നുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് മാറ്റിയാലേ ഇനി എടുക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എൻ്റെ ജോലിയെല്ലാം തീർക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിൽ, 2 ദിവസമായിട്ട് വെയിലുള്ളത് കൊണ്ട് തന്നെ കരിയില മുറ്റത്ത് കിടന്നതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വെള്ളമൊക്കെ ആയത് കാരണം കത്തിക്കാനൊന്നും പറ്റാറില്ല. ഇപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയത് കൊണ്ട് തന്നെ മുറ്റമൊക്കെ നന്നായിട്ട് തൂത്തു, ചവറെല്ലാം കത്തിച്ചു. അടുക്കളയിലെ ജോലിയും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ എഡിറ്റിങ്ങും പരിപാടിയിലിട്ട് ഞാൻ ഇരുന്നു കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്ന് കേട്ടോ. അതിനിടയ്ക്ക് വെച്ചിട്ട് എബി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് പ്ലം കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ എടുത്തു കേട്ടോ പ്ലം കേക്ക് ഉണ്ടാക്കി വരാനായിട്ട്. ഇത് ഇച്ചിരി ലേറ്റ് ആവുന്നൊരു സംഭവമാണ് വെന്ത് വരാനായിട്ട്. അപ്പോൾ 2 കുക്കറിലായിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയത് മാവ് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറം നോക്കിയിട്ട് ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ കുക്കറിൽ വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആവുന്നത്. അവന് വാങ്ങിക്കണം എനിക്കിനി ഓണത്തിന്. ആ ഒരു ടൈമിൽ നന്നായിട്ട് വെക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്ത് ഞാൻ മാർബിൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്ന് കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാർബിൾ കേക്ക്. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതും കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്സിന് അയച്ചു കൊടുത്തപ്പോൾ മിസ്സ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല രീതിയിൽ തന്നെ വെക്കാൻ പറ്റി. പിന്നെ ഫോട്ടോ എടുത്ത് അയക്കുമ്പോൾ ഒത്തിരി ഡെക്കറേഷനൊക്കെ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെറിയ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഡെക്കറേഷനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ 2ാമത്തെ സെറ്റ് വെച്ചതായിരുന്നു, കുറച്ച് മാവിൽ. അതാണ് ഇത്രയും ഹൈറ്റ് ഇല്ലാത്തത്. ഇത് വലുതായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നതല്ല. പ്ലം കേക്ക് സാധാരണ കേക്ക് പോലെ നന്നായിട്ടൊന്നും പൊന്തി വരത്തില്ല കേട്ടോ. ഈ ഒരു ലെവലിലേ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് കാണിക്കണമല്ലോ, അകമൊക്കെ വെന്തിട്ടുണ്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ടോ എന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കുക്കറിൽ വെച്ചതിൻ്റെതായിട്ടുള്ള പാകപ്പിഴകളുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ചേർത്ത ഇതുണ്ടല്ലോ, നമ്മൾ ഇച്ചിരി എരിവിന് വേണ്ടി ചേർക്കുന്ന കാര്യങ്ങളോട് ഒരല്പം കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു കയ്പ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ആയപ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ കേക്കിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതിലുള്ള മിക്കവരുമൊക്കെ ആയിട്ട് നല്ല പരിചയത്തിലാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് ക്ലാസ് എടുക്കുന്നവരുടെ കൂടെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. വളരെ ഫ്രണ്ട്ലിയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളെക്കാളും ഇളയവരും നമ്മളെക്കാളും മൂത്തതും നമ്മുടെ പ്രായത്തിലുള്ളവരും ഒക്കെ ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് തന്നെ കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ.
കാരണം ഈ ഒരു ക്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബേക്കറികളിലൊക്കെ വെക്കുന്നത് പോലെയുള്ള സാധനങ്ങളൊന്നും അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. എല്ലാം ഹോം മെയ്ഡ് ബേക്കേഴ്സാണ്. ഹോം മെയ്ഡായിട്ട് കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ സാധാരണ ബേക്കറികളിലൊക്കെ വെക്കുന്നത് പോലെയുള്ളതും കുറേ നാളുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഈ കേക്കും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇടാറില്ല കേട്ടോ. നമുക്ക് ഹോം മെയ്ഡ് കേക്കാണ് ഇത് പഠിപ്പിക്കുന്നത്. പിന്നെ വീട്ടിലോട്ടും കുറച്ച് നേരം വീഡിയോ കോളൊക്കെ വിളിച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു ദിവസം പോയത്. നാളത്തെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. മാർബിൾ കേക്കൊക്കെ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കി വെച്ചത്, അതായത് എൻ്റെ കേക്കിൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു എൻ്റെ വിശേഷം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഡേയും ഇങ്ങനെയാണ് കഴിഞ്ഞത്. നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞു, അടുക്കളയെല്ലാം ഒതുക്കി ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ബൈ ബൈ പറഞ്ഞു. ഇനി നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുപോലെ എൻ്റെ ഒരു ട്രാവൽ വ്ളോഗുമായിട്ട് വരാം. അതുവരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുക മാത്രമല്ല സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.